السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മകൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ തെരഞ്ഞെടുത്തത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മാതൃകാപരമായ ദാമ്പത്യ ജീവിതം ആരെയും കരയിപ്പിക്കും വിധം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ അവസാന സമയങ്ങൾ. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തിക്കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്റെ കുബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്ന് എന്ത് പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നത് എന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മളെങ്ങാനുമായിരുന്നുവെങ്കിൽ അടിയും ചീത്തയുമായൊക്കെ ആയിട്ട് രംഗം വഷളാക്കിയേനെ. പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞതും ഇതുകൊണ്ടാണ്. ഈ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ടെന്ന്. ഖിയാമത്ത് നാളാവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയണേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എൻ്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ കാണാൻ പൂതി വരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും ആകാശം കറുത്തു, ഭൂമി പിടച്ചു. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് നല്ല 2 മക്കളെ സമ്മാനിച്ചുകൊണ്ടും കൊടും ദാരിദ്ര്യത്തിൽ പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവളാണ്. അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബിയുടെ മകൾ അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് 2 പേരെയും മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ മക്കളെ കുളിപ്പിക്കുക, ഉടുപ്പിച്ചു തരിക എന്നും പറഞ്ഞ് തുരുതുര ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി. വീടാകെ മൂകത, ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് നെഞ്ചുപൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു. മരണം വരുമെന്നറിയാം, പക്ഷെ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൾ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാപമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറയിൽ ചൊല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാപത്തെയും പരിഗണിക്കാൻ മുത്തുനബി തങ്ങളോട് പറയണം. ചങ്ക് പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു കണ്ണീർ വാർക്കുന്നു. ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിതുമ്പിക്കരയുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഓ അലിയാർ തങ്ങളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, അനാഥരാകും. അതുകൊണ്ട് യതീം മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം. കൂടെ എന്നെയും ഓർക്കണം, എനിക്കും പൊരുത്തപ്പെട്ടു തരണം. പിന്നെ എൻ്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുത്. ഫാത്തിമ ബീവി തുടർന്നു, ഞാൻ ഉപ്പയെയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പറുണ്ട്, അതൊന്ന് കൊണ്ടുവരുമോ? അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതും ഫാത്തിമ ബീവി പറഞ്ഞു, എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം. നിങ്ങൾ അതിലേക്ക് നോക്കാൻ ശ്രമിക്കരുത്.
പരമരഹസ്യമാണിത്. എനിക്കത് പറഞ്ഞു തരണമെന്ന് അലി റളിയല്ലാഹു അൻഹു. പ്രിയനെ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു, 400 ദിർഹം മഹറിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് തൃപ്തിയാണോ? എനിക്ക് അലിയാത്തങ്ങളെ തൃപ്തിയാണ് ഉപ്പ, ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അള്ളാഹു മഹറാക്കിയിരിക്കുന്നു. എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല. എനിക്കതും തൃപ്തിയായില്ല. മഹദി പ്രതികരിച്ചു, പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? മുത്തുനബി വളരെ സൗമ്യമായി ചോദിച്ചു, അങ്ങയുടെ ഉമ്മത്തിന്റെ ശഫാഅത്ത് എനിക്ക് ഉറപ്പു തരണം. എൻ്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പേപ്പറുമായി വന്നു. അതിൽ ഉമ്മത്തിന് ശഫാഅത്തുണ്ടെന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മഹ്ശറയിൽ വരും, റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി സിറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം. ജീവിതകാലത്ത് അവൾ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞു കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തൻ്റെ പരിചാരികയോട്, ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത്, ഞാൻ ദിക്ർ സ്വലാത്ത് ചൊല്ലി കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ചു കിടന്നു. സമയമായി. ഫാത്തിമ ബീവി ഈ ലോകം വെടിയുന്നു. അള്ളാഹു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. മുത്തുനബിയുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവ്വജീവജാലങ്ങളും വിതുമ്പുന്നു. പെട്ടെന്ന് പുറത്തു പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വരുന്നു. ഉമ്മി, ളുഹ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്ക്. പൊന്നുമ്മ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ. ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം. വേദനയോടവർ മനസ്സിലാക്കി, ഇല്ല, ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന്. രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയൽവാസികളും നാടൊന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹു തന്നെ മയ്യത്ത് പരിപാലനം നടത്തി. ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും കണ്ടിട്ടില്ലാത്ത ഫാത്തിമ ബീവിയുടെ ഔറത്ത് മരണസമയത്തും അങ്ങനെ തന്നെ. അള്ളാഹു ഫാത്തിമ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. കൂട്ടുകാരെ, മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യനെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിൻ്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്കെന്നും മാതൃകയാണ്. അല്ലാഹു തആല മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തീരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.